കോലഞ്ചേരി പോലുള്ള കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ 1500ഓളം വരുന്ന ശാഖകളിലോട്ട് വ്യാപിച്ച കഥയാണ് മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പിനുള്ളത്. സ്വർണ്ണപ്പണയത്തിൽ പ്രധാനമായും ബിസിനസ് നടത്തി ഇന്ന് ഇതര ബിസിനസ് മേഖലകളിലേക്കും കടക്കുന്ന മുത്തൂറ്റ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇത് വാക്വേ മെഗാ ബ്രാൻഡ്സ്. മുത്തൂറ്റ് ഗ്രൂപ്പ് ഒരു 100-ലധികം വർഷം പഴക്കമുള്ള ഒരു കമ്പനി. പക്ഷേ പുതിയ വളർച്ചയിൽ വളരെ സന്തോഷകരമായ വാർത്തകളാണ് വരുന്നത്. നമ്മൾ 1500 ബ്രാഞ്ചുകളോട് അടുക്കുന്നു. ഒരു ലിസ്റ്റഡ് കമ്പനിയാകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ 10-15 വർഷം വളരെ ക്രൂഷ്യലായിരുന്നു ഈ വളർച്ചയുടെ കാര്യത്തിൽ. കഴിഞ്ഞ 15 വർഷം വളരെ ക്രൂഷ്യലായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷമാണ്, തൊട്ട് മുമ്പുള്ള 5 വർഷമാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പീരീഡായിരുന്നു. ഗ്രോത്ത് പീരീഡിൻ്റെ ഒരു വളരെ ആക്കം കൂട്ടിയ ഒരു പീരീഡാണ് ലാസ്റ്റ് 5 ഇയേഴ്സ്. ഈ കമ്പനി കോഴഞ്ചേരി തന്നെ തുടങ്ങിയതാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരി തുടങ്ങിയെങ്കിൽ ഒരു 20 വർഷം മുമ്പ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എറണാകുളത്തോട്ട് മാറ്റി. അതിൻ്റെ പ്രധാന കാരണം ക്വാളിഫൈഡ് പ്രൊഫഷണൽ സ്റ്റാഫിനെ കോഴഞ്ചേരിയിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ കോഴഞ്ചേരി ഇന്നും മുത്തൂറ്റ് ഗ്രൂപ്പ് ഒരു ഫുള്ളി ഫാമിലി ഓൺഡ് കമ്പനിയാണ്. ഓണർഷിപ്പ് ഫാമിലി തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇന്നിപ്പോൾ പ്രൊഫഷണലൈസ് ചെയ്തു. ഇതിൻ്റെ ഹെഡ് ഇരിക്കുന്നത് ആൾക്കാരെല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ അതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സോട് ടച്ച് വിട്ടിട്ടില്ല. ഞങ്ങളെല്ലാ ഡയറക്ടേഴ്സും ഇതിനകത്ത് വളരെ കീൻലി ഇൻവോൾവ് ആണ്. അവരെല്ലാം ഇതിനു വേണ്ടി കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, റീജിയണൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ചാൻസ് കിട്ടുമ്പോഴെല്ലാം സ്റ്റാഫ് മീറ്റിംഗ്, കസ്റ്റമർ മീറ്റിംഗ് ഓരോ റീജിയൻസിൽ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പല ബ്രദേഴ്സ് അന്നിലും പല സ്ഥലത്താണ്. എക്സാമ്പിൾ, മൂത്ത ബ്രദർ ചെയർമാൻ MG ജോർജ് മുത്തൂറ്റ്, അദ്ദേഹം ഡൽഹി ആ റീജിയനാണ് നോക്കുന്നത്. മറ്റൊരു ബ്രദർ തിരുവനന്തപുരം റീജിയൻ നോക്കുന്നു. വേറൊരു ബ്രദർ തമിഴ്നാട് നോക്കുന്നു. ഇവിടെ ഹെഡ് ഓഫീസ് നോക്കുന്നു. അപ്പം കസ്റ്റമേഴ്സുമായിട്ടും സ്റ്റാഫുമായിട്ടും ലോക്കൽ ലെവലിലെ ഇൻവോൾവ്മെൻറ്റും വളരെയധികം ഉണ്ട്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ ഫാമിലി ബിസിനസ്സിന് വലിയൊരു സ്ഥാനമുണ്ട്. റിലയൻസ് മുതൽ അംബാനികളും ടാറ്റ ഫാമിലി അങ്ങനെയൊക്കെ ആയാലും ഒരു ഫാമിലി ലിങ്ക്ഡ് ആണ് പലപ്പോഴും ബിസിനസ്. ആ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇക്കോണമിയുടെ ലിബറലൈസേഷന് ശേഷം ഈ ഫാമിലി ഓൺ ബിസിനസ്സുകൾ എങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാക്കാം എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് മാനേജ്മെന്റിൽ തന്നെ. മുത്തൂറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? 122 വർഷത്തെ ചരിത്രം ഒരു അസറ്റ് ആകുന്നു, ഒരു ലയബിലിറ്റി ആകുന്നു പലപ്പോഴും? അതൊരു അസറ്റ് തന്നെ. അതിന് നോ ടു ഒപ്പീനിയൻസ് അബൌട്ട് ഇറ്റ്. അത് കോർപ്പറേറ്റൈസ് ചെയ്യുന്നതും അത് ഇന്നത്തെ ഒരു നീഡ് തന്നെയാണ്. ഫാമിലി ഓൺ ബിസിനസ് കോർപ്പറേറ്റൈസ് ചെയ്തില്ലെങ്കിൽ ഇനിയൊരു സർവൈവലില്ല, ഒരു നിലനിൽപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് തന്നെ. ഇത് എൻ്റെ വൈഫ് ജയ. നമ്മളൊരു ബിസിനസ് ഫാമിലിയിൽ വീട്ടുകാര്യങ്ങളെക്കാളും കൂടുതൽ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളൊരു പ്രശ്നം സാധാരണ വരാറുണ്ട്. അതൊരു പരാതിയായിട്ട് പറയാറുണ്ടോ അതോ അല്ലെ? ഹസ്ബൻഡ് ഒരു ഫുൾ ടൈം ബിസിനസ്മാൻ ആകുമ്പോൾ ഒരു പ്രൊഫഷണൽ സർവീസിനേക്കാളും കൂടുതൽ സമയം ബിസിനസ്സിലോട്ട് ചിലവാക്കുന്നു, കുറേ ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. മക്കളും അതേ സ്ട്രീമിലോട്ട് തന്നെ പോകുമ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും വിചാരിക്കാറുണ്ടോ മേ ബി കുറച്ചുകൂടി ഒരു 9 to 5 ജോബിലോട്ടാണ് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു? രണ്ടിനും അതിൻ്റെതായുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇല്ലേ. ഇപ്പം ഞാനും ഇത്രയും വർഷമായപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ ഞാനും പഠിച്ചു. He goes his way, I go my way. നമ്മൾ ഫോളോ ചെയ്യേണ്ട ബിസിനസ്സിൽ നിന്നും വിഭിന്നമായിട്ട് പുതിയൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വന്നേക്കാം. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും പൈസ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് ഓപ്പറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ പുതിയൊരു വെഞ്ചറിൽ പോയി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റിട്ടേൺ കിട്ടും, ഇതിനൊരു കമ്പാരിറ്റീവ് റിസ്ക് എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലോട്ട് വരാറുണ്ടോ? ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഏതൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു കൂളിംഗ് പീരീഡ് ഉണ്ട്. ഒരു ഫസ്റ്റ് 2 years 3 years കഴിഞ്ഞ് അതിൻ്റെ അകത്ത് റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ലോങ് ടേം വിഷനാണ് വേണ്ടത്. പിന്നെ ഒരു
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി, നമ്മൾ ഡീൽ ചെയ്യുന്നത് പബ്ലിക് ഫണ്ട്സ്, പബ്ലിക് മണി ഡീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ കോർ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യത്തക്കവണ്ണമുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്തുനിന്ന് ഫണ്ട് എടുത്ത് വേറൊരു കോർ ബിസിനസ് അല്ലാത്തൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല, ചെയ്യത്തുമില്ല. കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമല്ലാതെ അതിൻ്റെ ക്യാപിറ്റലോ മറ്റേടത്ത് വേണ്ടി വരുന്ന ക്യാപിറ്റലോ ഇതിനുവേണ്ടി ഉപയോഗിക്കത്തില്ല. നമ്മൾ ഗോൾഡ് ലോൺ ബിസിനസ്സിൽ തന്നെ വാല്യൂ അഡീഷനും വെറൈറ്റിയും മാർക്കറ്റ് കോമ്പറ്റീവ്നെസ്സും ഒരു കസ്റ്റമർ ഓറിയൻറ്റേഷനും ഇത്തരത്തിലുള്ള വലിയ മാനേജ്മെൻറ്റ് സാങ്കേതികതകളൊക്കെ നമ്മൾ കഴിഞ്ഞ് കുറച്ച് കാലത്തിനുള്ളിൽ എത്രത്തോളം ഇൻപുട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് വന്നത്? ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന, നമ്മൾ ഏത് സാധനം മെക്കനൈസ് ചെയ്തു, ചെറിയ ചെറിയ ഗോൾഡ് ചെക്ക് ചെയ്യുന്നത് മുതൽ ഗോൾഡ് വേ ചെയ്യുന്നത്, ഇതെല്ലാം ഇലക്ട്രോണിക് വെയിങ് ബാലൻസ് ആയിരുന്നു ഒരു 15 വർഷം മുമ്പ് ആക്കിയത്. അത് കഴിഞ്ഞ് 15 വർഷം മുമ്പ് തന്നെ ചെറിയ രീതിയിൽ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്തു. എല്ലാ ബ്രാഞ്ചസും കമ്പ്യൂട്ടറൈസ്ഡാണ്. അതൊക്കെ അതുകൊണ്ട് ആ പ്രോസസ്സ് എല്ലാം വളരെ ക്വിക്കായി. നമ്മൾ പറയുന്നത് പോലെ 5 and maximum 10 മിനിറ്റ്സിനകം ഒരു കസ്റ്റമറെ നമുക്ക് ലോൺ കൊടുത്തു വിടാനൊക്കെ വെക്കുന്നു. അതൊക്കെ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ പകർത്തിയോണ്ട് മാത്രം അത് വരുന്നത്. നമ്മളൊരു ഫാമിലി നീഡിന് വേണ്ടിയായിരിക്കും പലപ്പോഴും സ്വർണം പണയാൻ വയ്ക്കാറുള്ളത് പെട്ടെന്ന്. പക്ഷേ ഇപ്പം ഒരുപക്ഷെ ഒരു കസ്റ്റമർ പ്രൊഫൈലിൽ മാറ്റം വന്നിട്ടുണ്ട്. ട്രേഡേഴ്സ് ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടേണ്ട ഫണ്ടിന് വേണ്ടി പണയം വയ്ക്കുന്നു. അതുമാത്രമല്ല, എത്ര പെട്ടെന്ന് വേണമെങ്കിലും പണയം തിരിച്ചെടുക്കാമെന്നുള്ള ഒരു സിറ്റുവേഷൻ പോലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം കൂടുതൽ കസ്റ്റമർ ബേസ് കൂട്ടാൻ കാരണം? കസ്റ്റമർ ബേസ് കൂട്ടാൻ സാധിച്ചു. അത് ഇന്നൊരു ഒരു ഒരു ഡെസ്പെറേറ്റ് ലോൺ ഒരു ഫാമിലി നീഡിന് വേണ്ടി അല്ല എടുക്കുന്നത്. അതിനൊരു 5% ആൾക്കാർ അതിനെടുക്കുന്നു. ബാക്കി അധികവും ചെറിയ ബിസിനസ്സുകാർക്ക് യൂസ്ഫുൾ ലോണായിരുന്നു. അവരൊരു ബ്രിഡ്ജ് ഫൈനാൻസ്, വേറെ ഒരു ലോണോ അല്ലെങ്കിൽ വേറെ ഇടത്തു നിന്നൊരു പണം അവർ എക്സ്പെക്ട് ചെയ്യുന്നു, വേറെ ഇടത്തു നിന്ന് പണം എക്സ്പെക്ട് ചെയ്യുന്നു. അതിനൊരു ഒരാഴ്ചത്തെ താമസം വരുന്നു, 10 ദിവസത്തെ താമസം വരുന്നു, അങ്ങനെയുള്ളവരാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ ഈ ലോണിനൊന്നും EMI ഇല്ല, എന്ന് വേണമെന്നാലും റീപേ ചെയ്യാം, എന്ന് വേണമെങ്കിലും എടുക്കാം. അതിന് ഒരു ഇൻട്രസ്റ്റ് ആണെങ്കിലും ആക്ച്വൽ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഇന്നൊരു ലോൺ എടുത്ത ഒരാൾ നാളെ കൂടെ തിരിച്ചടയ്ക്കാൻ ജസ്റ്റ് 1 days ഇൻട്രസ്റ്റ് വന്നിട്ട്, അതൊക്കെ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്രോഡക്റ്റിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന സവിശേഷതകളാണ്. ആ കസ്റ്റമർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് പിന്നെയും ആൾക്കാർ വരുന്നു, 4 ദിവസത്തേക്ക് എടുക്കുന്നു, 4 ദിവസത്തെ ഇൻട്രസ്റ്റ് വരുന്നു. ദേ ആർ ഫൈൻ, ദേ ആർ ഹാപ്പി. നമ്മളിപ്പോൾ അടുത്തൊരു 10 വർഷത്തിൽ ഇന്ത്യ വളരെ വേഗത്തിൽ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അടുത്ത 10 വർഷത്തിൽ മുത്തൂറ്റ് എന്ന ബ്രാൻഡ് എവിടെ എത്തണം? ഏറ്റവും വലിയൊരു സ്വപ്നം, ഈ സ്വപ്നം നമ്മുടെ മൊത്തം ടീമിനെ നയിക്കുന്ന ഈ സ്വപ്നം എന്താണ്? മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഫീൽഡ്, നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഫീൽഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡ് ലോൺ ബിസിനസ് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനി. കമ്പയർഡ് ടു എനി ബാങ്ക്, എനി അതർ NBFC, എനിബഡി, മുത്തൂറ്റ് ഹാസ് ദ ലാർജസ്റ്റ് ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ ഇന്നുണ്ട്. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ബ്രാഞ്ച് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്, ഓരോ ബ്രാഞ്ചിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതിനുവേണ്ടി. അപ്പം ആ ഒരു ലെവൽ, ആ ബിഗസ്റ്റ് കമ്പനി എന്നുള്ള ആ സ്റ്റാറ്റസ്, ആ സ്റ്റേച്ചർ എന്നും നിലനിർത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. അത് ഇന്ത്യയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുപോലെ വേറെ പല ഫീൽഡിൽ നമ്മളുണ്ട്. അവിടെയൊക്കെ ഒരു സൈസബിൾ, ഒരു സിഗ്നിഫിക്കൻറ്റ് പ്ലെയറാണ്. അവിടെ നിന്ന് നമ്പർ 1 ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ, എ കമ്പനി, എ ഡിവിഷൻ ഓഫ് മുത്തൂറ്റ് ഷുഡ് ബി എ സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ഇൻ ദാറ്റ് ഏരിയ. താങ്കളുടെ സ്വപ്നങ്ങളും താങ്കളുടെ വിശ്വാസവും ഒരുപക്ഷെ തലമുറകൾ കൈമാറിയ മൂല്യങ്ങളും അതൊക്കെ മുത്തൂറ്റിന് മുന്നോട്ട് ഡ്രൈവ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾക്ക് ആശംസിക്കുന്നു. വളരെയധികം നന്ദി സംസാരിക്കുന്നു. താങ്ക് യു.